ക്ലീറ്റോ ചേട്ടാ നാത്തോനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. പൈസ പറഞ്ഞില്ലേ സ്മിത ചേച്ചി എന്ത് വന്നു? അല്ല ജമന്തി, അത് ഞാൻ വേറെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വെച്ചേക്കണം പൈസയാണ്. അതെടുത്തൊന്നും കളിക്കാനൊന്നും പറ്റില്ല. അയ്യോ ക്ലീറ്റോ ചേട്ടാ, ഇതൊരു ആശുപത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എന്റെ ആവശ്യത്തിന് ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് തന്നാ പിന്നെ ഞാൻ നാളെ ആൾക്കാരെ മുമ്പ് നിന്നിട്ട് ഇറക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. ഇത് വേറെ ആവശ്യമുണ്ട്. ഏട്ടൻ മരുന്ന് ഉടനെ തന്നേക്കാം. അല്ല, നിന്റെ ഏട്ടന് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറി വേറെടുത്തേക്ക് പോകണമെന്നുള്ള ബോധമുണ്ടോ? പോകുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് പൈസ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോകണം. ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യണത്. ഇത്രയും പൈസയുടെ ഒക്കെ ആവശ്യം ഇവിടെ എന്ത് വരാനാ? അപ്പോൾ അത്രയും പൈസയുടെ ആവശ്യം ഇവിടെ അല്ലല്ലോ. ഇപ്പോൾ വേറെ ആളിനല്ലേ, അതില്ലാന്ന് പറഞ്ഞാൽ കൈമലത്തിയാൽ മതി, അത്രേ ഉള്ളൂ. ചേട്ടാ ഞാനിപ്പോ എന്ത് പറയും ചേച്ചിയോട്? എന്ത് പറയാൻ, പൈസ ഇല്ല എന്ന് പറയണം, പിന്നെ അല്ലാതെ. ക്ലീറ്റോ ചേട്ടന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടാ എനിക്ക് തരാത്തത്. അതെനിക്ക് വേറെ ആവശ്യമുണ്ട്. വേണ്ട, ഇനി എനിക്ക് പൈസ വേണ്ട. പക്ഷെ നാളെ ക്ലീറ്റോ ചേട്ടന് ഒരു ആവശ്യം വരുമോന്നൊന്ന് ആലോചിക്കണം കേട്ടാ. നാളത്തെ കാര്യം നാളെയല്ലേ, അപ്പം ഞാൻ ആലോചിച്ചോളാം. അയ്യോ, നിനക്കിട്ടൊരു കുത്തു നിന്നുണ്ടല്ലോ. മനുഷ്യൻ 10 പൈസ കൈ ഇരുന്ന ഉടനെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തോളാം ഇവിടെ പൈസ ഇരിക്കണമെന്ന്. പിന്നെ അവൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാമല്ലേ ഞാൻ പൈസ ഇവിടെ ഉണ്ടാക്കിയിട്ട് വെച്ചേക്കണം. വേറെ പേസ്റ്റ് ഉണ്ടോ ഇവിടെ? പോയി നോക്ക്. ഇവിടെ പേസ്റ്റ് ദൂരെ കളയാൻ ആക്കും പൊള്ളി.